PSCയുടെ ഒരു ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ സാധ്യമാക്കുന്നത്? ഇങ്ങനെ ഒരു പോലീസ് ഇതിങ്ങനെ ഒരു പരീക്ഷയിലൊക്കെ ഒരു ഒന്നാം സ്ഥാനത്ത് വരിക, അതൊക്കെ എങ്ങനെ ഒരു പാർട്ടി അറിയാതെ എന്തായാലും അത് നടക്കില്ലല്ലോ. തീർച്ചയായിട്ടും അത് CPM അറിഞ്ഞുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഒരു മർമറിങ് പോലെ ഒരു ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് എത്തിയ ഒരു കഥ ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിലും എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളതിൽ ഇതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അത് അവിടുത്തെ SFIയുടെ നേതാക്കന്മാർ, പിന്നീട് കത്തിക്കുത്ത് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നിരന്തരമായി, പ്രത്യേകിച്ച് CPO പരീക്ഷകൾക്ക്, സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകൾക്കാണ് പ്രധാനമായിട്ടും ഇവരിത് ചെയ്യുന്നത്. അതിന് നേരത്തെ SFIയിൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നേതാക്കന്മാരായിരുന്ന ആളുകളുടെ സഹായം അതിനുണ്ടാവുന്നുണ്ട്. കാരണം ഇത് ഈ പറയുന്ന പേരുകാർ, അവരൊന്നും പേരിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അവരൊക്കെ ജീവിച്ചു പൊയ്ക്കോട്ടെ. പക്ഷേ ഈ ആളുകൾ ആദ്യത്തെ ആളുകളല്ല. ഒരുപാട് ഘട്ടം ഈ പറയുന്ന രീതിയിൽ ചോദ്യപേപ്പറുകൾ നേരത്തെ ലഭിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ആ നിമിഷം അവരിലേക്ക് എത്താനുള്ള സാങ്കേതിക വിദ്യയും സഹായവും ഒക്കെ ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുകയും അതിനെല്ലാം മറയായി CPM കൂട്ടുനിൽക്കുകയും ചെയ്തത് ഒരു വട്ടമല്ല. അതിൻ്റെ കരുത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇവർ വീണ്ടും അത് ചെയ്തത്. അന്ന് പിടിക്കപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിടിക്കപ്പെടാത്ത ഒരുപാട് പേർ SFIയുടെയും CPMൻ്റെയും സഹായത്തോടു കൂടി ഈ പറയുന്ന അനധികൃതമായി PSCയെ നോക്കുകുത്തിയാക്കി നമ്മുടെ ഉദ്യോഗാർത്ഥികളെ, ചെറുപ്പക്കാരെ വഞ്ചിച്ച് അവരെ വഴിയാധാരമാക്കി ഒരർഹതയുമില്ലാതെ ജോലിയിൽ ഇന്നും ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അതിനെതിരെ സംസാരിച്ചിരുന്നോ? ഇതെല്ലാം അതിൻ്റെയൊക്കെ ഭാഗമാണല്ലോ. നമ്മൾ വലിയ ഹരിശ്ചന്ദ്രന്മാരൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കുമുള്ള പോരായ്മകളൊക്കെ നമുക്കുമുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കൂട്ടു നിൽക്കില്ല. മനുഷ്യർക്ക് പറ്റുന്ന തെറ്റുകൾ എല്ലാവർക്കും പറ്റാം, ഏത് മനുഷ്യനും പറ്റാം. പക്ഷേ മനഃപൂർവ്വമായി സാമ്പത്തിക താല്പര്യം, ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപയുടെ ക്രയവിക്രയങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈ പണം വാങ്ങിക്കൊണ്ടൊക്കെ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് മുമ്പ്. ഇവരത് വീണ്ടും ഇവർക്കൊരു ജീവിതം സെറ്റിലാവണമെന്ന് ചിന്ത വന്നപ്പോൾ ഇവരത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെതിരെ കൃത്യമായി എല്ലാ ഘട്ടത്തിലും പ്രതിഷേധം ഉയർത്തുകയും ഇതിനെല്ലാം കൈയോടെ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ടാർഗറ്റ് ചെയ്തത്. കാരണം ഇതിൻ്റെ എല്ലാം കമ്മീഷൻ പറ്റുന്നുണ്ട് ആരാണ്? CPMൻ്റെ നേതാക്കന്മാർ. ആ കമ്മീഷൻ പറ്റലില്ലാതെ സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സായി ഇപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബ്രേവ് ഇന്ത്യയിൽ ഞാൻ പറയുകയാണ്. ഈ കഴിഞ്ഞ ഓണസമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് മാത്രം കേന്ദ്രീകരിച്ച് വർത്തമാനം പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. ഒരു ഉദാഹരണം പറയുകയാണ്. SFI ഒരു ക്യാമ്പസിനകത്ത് അവിടുത്തെ യൂണിയൻ 2 വട്ടം നമ്മൾ ലോട്ടറി ടിക്കറ്റ് പോലെ നമ്മളെ ഈ കൂപ്പൺ ഉണ്ടല്ലോ വിതരണം ചെയ്തു. 15 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ആദ്യം ഒരു കൂപ്പൺ ഇറക്കിയത്. അത് കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നല്ല, വിദ്യാർത്ഥികൾ പുറത്തു നിന്ന് കളക്ട് ചെയ്യണം. തിരുവനന്തപുരത്തെ അതിൻ്റെ റെസിപ്റ്റ് ഉൾപ്പെടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. തിരുവനന്തപുരത്തെ കടകമ്പോളങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇത് 2 വട്ടം ഇറക്കി. എന്നുവെച്ചാൽ 30 ലക്ഷം രൂപ. ഈ 30 ലക്ഷം രൂപ ആര് കളക്ട് ചെയ്തു? SFIയുടെ യൂണിയൻ കളക്ട് ചെയ്തു യൂണിവേഴ്സിറ്റി കോളേജിൽ. പക്ഷേ ഇതുവരെ ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുള്ള വാഗ്ദാനം പോലെ ഒരു സാമഗ്രികളും ഉപകരണങ്ങളും സമ്മാനങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികൾ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ വലിയ പ്രതിഷേധവും അമർഷവുമുണ്ട്. CPM എനിക്ക് തോന്നുന്നു ഇപ്പോൾ പിരിച്ചുവിടുന്നതിലുൾപ്പെടെ കാരണമായിട്ടുള്ള ഇതാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ 30 ലക്ഷം രൂപ ഇതൊരു ഉദാഹരണമാണ്. പുറത്തു നിന്ന് പബ്ലിക് ഫണ്ടിങ് നടത്തി, പബ്ലിക്കിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തി പൈസ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയാണ് യൂണിവേഴ്സിറ്റി കോളേജിലുള്ളത്. ഇത് മാത്രമല്ല, അവിടുത്തെ പെൺകുട്ടികളുടെ ആഭരണങ്ങൾ, അവരുടെ പണം ഒക്കെ അപഹരിക്കുന്ന ഒരു കൊള്ള സംഘമാണ് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കാലാകാലങ്ങളായിട്ടുള്ളത്. അത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മളൊരു സാമൂഹികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇതിനെതിരെ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം നമ്മുടെ നഗരഹൃദയത്തിലിരിക്കുന്ന ക്യാമ്പസാണ്. നമ്മുടെ ഈ സംസ്ഥാന തലസ്ഥാനം എന്താണെന്ന് ലോകം വിലയിരുത്തുന്നത് ഈ നഗരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒരു കലാലയത്തെ ഉപയോഗിക്കുകയാണ് CPMഉം SFIയും. അതിന് നമ്മൾ അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഓരോ പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഇടിമുറി എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉണ്ടോ? നമ്മളാരും അതിനകത്ത് കയറിയിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ പറയുന്നത് സത്യമാണോ?
ഇടിമുറികൾ ഉണ്ടോ എന്നുള്ളത് നിലവിലെ SFI നേതാക്കന്മാരോട് തന്നെ ചോദിച്ചാൽ മതി. കാരണം ഏറ്റവും കൂടി ഇടി കിട്ടിയിട്ടുള്ള അവർക്ക് തന്നെ ആയിരിക്കും. ഇതിനെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ജില്ലാ സെക്രട്ടറി അല്ല, സംസ്ഥാന സെക്രട്ടറി അല്ല, ഇനി ആരാണെങ്കിലും ആദ്യം ഒരു റൗണ്ട് അവന്മാർ കയറ്റി ഇടിക്കും. ഇടിച്ചിട്ട് കമ്മിറ്റി എടുക്കാൻ വേണ്ടി സമ്മതിക്കുള്ളൂ. അപ്പോൾ അവന്മാർ വന്നിട്ട് ഈ പറയുന്ന യൂണിറ്റ് നേതാക്കന്മാർക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കും. ഇടിമുറിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ മാധ്യമങ്ങൾ കാണിച്ചതാണല്ലോ. കഴിഞ്ഞ ഈ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയെ SFI നേതാവ് തന്നെ കുത്തി പരിക്കേൽപ്പിച്ച സമയത്ത് അതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ട്. ഈ ഇടിമുറികൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ ഇടിമുറികൾ ഇല്ലാതാക്കാൻ വേണ്ടി SFI വലിയ ക്യാമ്പയിൻ നടത്തി. പക്ഷേ യഥാർത്ഥത്തിൽ SFI ഉള്ള ക്യാമ്പസുകളിലാണ് യഥാർത്ഥമായി ഇടിമുറികളുള്ളത്. SFI സ്വയം വിചാരിച്ചാൽ മതി ഇത് ഇല്ലാതായിക്കോളും. ആദ്യം നമ്മുടെ കണ്ണിലെ കരടെടുത്തിട്ടാണല്ലോ അടുത്തവൻ്റെ കോലെടുക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ രീതി. SFI ഉള്ളിടത്താണ് ഇടിമുറികൾ ഉണ്ടാകുന്നത്. കാരണം ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, SFI നിലനിൽക്കുന്ന ക്യാമ്പസുകളിലെല്ലാം അവരുടെ അപ്രമാദിത്വമാണ്. വേറൊരാളെ വളരാൻ സമ്മതിക്കില്ല, നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടി സമ്മതിക്കില്ല. ജനാധിപത്യ പ്രക്രിയ യഥാർത്ഥമായി നടക്കുന്നിടത്തെല്ലാം SFI പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ SFIയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണം ഇതാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു ഘട്ടത്തിൽ CPMൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ഈ നേതാക്കന്മാരെല്ലാം SFIയിലൂടെ കടന്നു വന്നവരാണ്. പക്ഷേ ഇന്ന് എത്ര പേര് SFIയിൽ നിന്ന് CPM നേതാക്കന്മാരാകുന്നുണ്ട്? കുറേ അലറൽ വീരന്മാരായിട്ടുള്ള ആളുകളല്ലാതെ ഏറ്റവും മെറിട്ടുള്ള തൂക്കുകാരല്ലാത്ത ആളുകൾ CPMലേക്ക് SFIയിൽ നിന്ന് വരുന്നില്ല. കാരണം ക്യാമ്പസ് അല്ലെങ്കിൽ ക്യാമ്പസിലെ കോർ വിദ്യാർത്ഥികൾ ജീവിതം രക്ഷപ്പെടണമെന്നും നാട് വളരണമെന്നും ആഗ്രഹിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ജെൻസി, ജനാൽഫ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ചെറുപ്പം, അവരൊന്നും SFI ആകുന്നില്ല. SFIയെ കണ്ടിട്ട് SFI കാരണം ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്നില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് SFI ക്യാമ്പസുകളിൽ നടത്തുന്ന ഈ കിരാത ഭരണമാണ് അല്ലെങ്കിൽ കിരാത വാഴ്ചയാണെന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഒരു തലമുറയെ രാഷ്ട്രീയത്തിൽ നിന്ന്, നമ്മുടെ സാമൂഹിക സേവനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ കൂടി CPMും SFIയും കാരണമാകുന്നുണ്ട്.